ഒരു പള്ളിയിൽ തറാവി നിസ്കാരങ്ങൾ നടക്കണ്ടേ, ജമാഅത്തായിട്ടാണ് നിസ്കാരം നടക്കുന്നത്. അപ്പൊ ഒരാള് ബാക്കിൽ വന്നാണ്ട് തുടർന്ന് നിസ്കരിച്ചു. ഇയാളെ സുബഹി പറയാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കള്ളായിട്ടുണ്ട്. അപ്പൊ ഇയാൾക്ക് ഈ സുന്നത്ത് തറാവി എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരമാണല്ലോ. തറാവി എന്ന ഈ സുന്നത്ത് നിസ്കാരത്തിന്റെ തറാവി നിസ്കരിക്കുന്ന ഈ ഇമാമിന്റെ പിറകിലായിട്ട് ഇയാൾക്ക് സുബഹി നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. തറാവി ആണെങ്കിൽ അല്ലെങ്കിലും സുന്നത്ത് നിസ്കരിക്കുന്നവന്റെ ബാക്കിൽ ഫർള് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതിന് മറുപടി, മയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ ബാക്കിൽ ളുഹുർ അസ്റും അങ്ങനത്തെ സാധാ നിസ്കാരങ്ങൾ പറ്റൂല. അല്ലാത്ത രൂപത്തിലൊരുപോലെയല്ല നമ്മുടെ സാധാ സുബ്ഹ് നിസ്കാരമാണ്, അല്ലെങ്കിൽ ളുഹുറാണ്. ഈ ളുഹുറിനെ ഏതോ ഒരാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, ളുഹുറിന്റെ മുമ്പോ ശേഷം 2 റക്അത്ത് നിസ്കരിക്കുന്നവന്റെ പിറകിൽ പോയി ളുഹുർ എന്ന ഫർള് നിസ്കാരം ഒരാൾ നിസ്കരിച്ചാലും ആ ജമാഅത്ത് ശരിയാകും, തെറ്റൊന്നും ഇല്ല. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ ചെയ്യൽ ഖിലാഫുൽ ഔലയാണ്, ബോധപൂർവ്വം ചെയ്യൽ ഖിലാഫുൽ ഔലയാണ്, നല്ലതല്ല, ഉത്തമ വിരുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് നിസ്കരിക്കലാണെന്ന് അർത്ഥം. അപ്പൊ ആ രൂപത്തിൽ വരുമ്പോൾ പള്ളിയിലെ ഉസ്താദ് തറാവി നിസ്കരിക്കണം. അപ്പോ ഒരുത്തനക്ക് സുബ്ഹ് ഖളാഉണ്ട്. ആ വ്യക്തി സുബ്ഹ് കരുതിയിട്ട് ഇമാമിന്റെ ബാക്കിൽ നിസ്കരിച്ചാൽ യാതൊരു തെറ്റുമില്ല, ഖിലാഫുൽ ഔലയാണ്, ഉത്തമ വിരുദ്ധമായ കാര്യമാണ്. അദ്ദേഹത്തിന് നല്ലത് ആ ജമാഅത്തിൽ കൂടെ അപ്പുറത്തുനിന്ന് മാറി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു അലസനായ വ്യക്തി, അലസൻ ഒരാളെ കുറ്റപ്പെടുത്തല്ല, ഒരാൾക്ക് സ്വാഭാവികമായൊരു മടി, വേറെ പോയിട്ട് നിസ്കരിക്കാൻ ഭയങ്കര ഒരു മടി, ആലസ്യം, അദ്ദേഹത്തിന് നിസ്കരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ മൊബൈൽ നോക്കിയിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഗുണം കിട്ടല് ഏതാണ്, ഈ ജമാഅത്തിൽ കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവരെ കൂടി ആകുമ്പോൾ മടിയില്ലാതെ നിസ്കരിക്കും. അപ്പോൾ ജമാഅത്ത് കൂടിയത് അത്ര ശരിയല്ലാത്ത പരിപാടിയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു തറാവി കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ 20 റക്അത്ത് തറാവി കഴിയുമ്പോഴേക്ക് 10 സുബ്ഹ് ഖളാ കൂടി കിട്ടും.